ഇങ്ങനത്തെ ചിഞ്ഞാ പിഞ്ഞാ കേസിനൊന്നും എന്നെ വിളിക്കരുത്. സിമ്പിൾ കേസ്. എടേ ഒന്ന് ഓണാക്കി തന്നപ്പോ വലിയ ടെക്കി ആവല്ലേ നീ? ഗൗരി എന്നെ പ്രശ്ന? ചേച്ചി എന്റെ ലാപ്പ് ഓൺ ആവണല്ലേന്ന്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചു. അവൻ ഏതിലോ ഒന്ന് തൊട്ടപ്പോ അത് ഓണായി. അതിനാണ് ഈ ജാട. ഏതിലോ ഒന്ന് തൊട്ടപ്പോ ഓണായെന്നോ? കനാൻഡി, ഞാൻ കഷ്ടപ്പെട്ട് അതിന്റെ വൈറസ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ കുത്തി അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാറ്റി അങ്ങ് റെഡിയാക്കിയതല്ലേ? എന്തോന്ന് കണ്ടുപിടിച്ച? വൈറസ് കണ്ടുപിടിച്ച് മാറ്റി. എല്ലാം ഒന്ന് കുത്തിയപ്പോ അങ്ങ് ഓണായി. അതിനാണ് ഈ കിടന്ന് ഡയലോഗ് അടിക്കണം. ഓടാ കേശട്ടാ, ഓ, എനിക്ക് നിങ്ങളുടെ എല്ലാം ഒരു സഹായം വേണം. പൊന്നു മോളെ, ക്രയോൺസ് മേടിക്കാനാണെങ്കിൽ എനിക്ക് വയ്യ. ഇവക്കൊരു ക്രയോൺസ് കടാനെ ഇട്ട് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 തവണ വാങ്ങിച്ചു കൊടുത്തു. ഇല്ലടി വാങ്ങിച്ചെന്നില്ല ഞാൻ? அப்படியா? நானும் வாங்கி கொடுத்தேன் 3 പാക്കറ്റ്. இல்லையா? അങ്ങനെയാണെങ്കിൽ എനിക്ക് കാര്യം പിടികിട്ടി. ഇത് ചിക്കുവാമ ക്രയോൺസ് കൊണ്ട് സ്കൂളിലെ ആർക്കോ കൊടുക്കുന്നുണ്ട്. ഞാൻ ആർക്കും കൊണ്ട് കൊടുക്കുന്നില്ല എന്റെ ക്രയോൺസ്. ചിക്കുവാമയ്ക്ക് ദേഷ്യം വന്നോ? ദേഷ്യം ഇല്ല. അതെ, ടീച്ചർ എൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. അതിന് ഉത്തരം പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റൂല. ഈ ചേട്ടൻ ഒന്നും അറിഞ്ഞൂടാ. നീ ചോദിക്ക് പാറു, ഞാൻ പറഞ്ഞുതരാം. பாரு, நீ கேளு, நானும் சொல்லித்தரேன். അമ്മായി, ഈ ലാപ്ടോപ്പിന്റെയും ഫോണിന്റെയും പാസ്വേഡ് എങ്ങനെ ആലോചിക്കുന്നത്? ടീച്ചർ പറഞ്ഞു സാധാരണക്കാർക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പാസ്വേഡായിട്ട് വെക്കുന്നത്. അത് പിന്നെ അല്ലേലും അങ്ങനല്ലേ, പെട്ടെന്ന് മറന്നു പോണ കാര്യമായവനെങ്കിലും പാസ്വേഡ് ആയിട്ട് വെക്കൂ. ആടെ ഉണ്ട് ടീച്ചർ. എടാ, ഈ സാധാരണ ആമ്പിള്ളേർ വെക്കണ പാസ്വേഡ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നെങ്കിൽ അമ്മയുടെ പേര്, ഇല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന്റെ പേര്, അല്ലെങ്കിൽ വണ്ടി നമ്പർ, ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതൊക്കെയാണ് സാധാരണ വെക്കണം. അങ്ങനെ അമ്മായി ആണുങ്ങളെ അടച്ചു പറയല്ല. എന്തൊരു പരിപാടി അമ്മായി? എടാ, ഞാൻ നിന്നെ പറഞ്ഞല്ലോ, നീ അങ്ങനെയല്ലായിരിക്കും. പക്ഷെ ഭൂരിഭാഗം ആണുങ്ങളും അങ്ങനെയാണെന്നാണ് പഠനം പറയണം. கௌரி, அது நீ சொன்னது கரெக்ட். என்னோட அப்பாவோட ஃபோனோட பாஸ்வேர்டு, என்னோட அம்மாவோட பேரு. എന്നാലും ആ പഠനം അങ്ങോട്ട് ശരിയല്ലത്. ആ പഠനം കറക്റ്റ് അല്ലത്. പഠനം എങ്ങനെയാടാ തെറ്റണേ? പഠനം ശരിയാണ്. അതെങ്ങനെ പഠനം ശരിയാവും? ഞാൻ അതിനകത്ത് ഉൾപ്പെടുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഏട്ടന്റെ ഫോണിലെ പാസ്വേഡ് എന്തുവാ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. അങ്ങനെ ഇപ്പൊ വേണ്ട കേട്ടോ. ഇവന്റെ ഫോണിന്റെ പാസ്വേഡ് എനിക്കറിയാം. എന്തോ പറ. അത് ഗസ് അടിച്ചു നോക്കി. അച്ഛന്റെ പേരാണോ? അച്ഛന്റെ പേരാ? അമ്മയുടെ പേരാണോ? എന്തിനടി? എന്റെ പാറു, അത് സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ കിട്ടും. എന്തുവാ? എന്തോ ആയിരിക്കും. അമ്മായി പറ. പറയട്ടാടാ? പറയും. നോക്കട്ടെ. എം അല്ലേ? എം, മെർലിൻ. അതല്ലേ? അല്ല അല്ല അല്ലേ? അല്ല അല്ലേ? അല്ല. ഫോൺ എടു. പറ്റൂല. പറ്റൂല. ഫോൺ എടുക്കാൻ പറ്റൂല. എന്തിനു ഫോൺ എടുക്കാൻ പറ്റില്ല? എന്നിട്ട് എനിക്കൊന്ന് കാണണമല്ലോ. പറ്റൂല. എമ്മൊന്നും അല്ല പാസ്വേഡ് കയ്യില്ലേ? അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ താഴെ. എന്തിനാ നിങ്ങൾ പേടിക്കണേ? ഞാൻ പേടിക്കണല്ലോ. അങ്ങനെ പാരി നോക്കട്ടെ. ഞാൻ ഇതൊക്കെ എത്ര കണ്ടാണെന്ന് എനിക്ക് അറിയാമോ എന്റെ കേശു? എന്തൊരു കണ്ടത്? എടാ, ശ്രീയുടെ ഫോണിലെ പാസ്വേഡ് എന്താണെന്ന് അറിയാമോ? എന്തോന്ന്? ഒരു പാറ്റേൺ ആണ്. ജി. ജി? അത് ഗൾഫിന്റെ ജി. ഗൾഫിന്റെ ജി അല്ല. ഗൾഫിന്റെ ജി അല്ല, അത് ഗൗരിയാണ്. ഗൊറില്ല. ഗൗരി. ഗൊറില്ലയുടെ ജി. ഓർഗനൈറ്റ് അല്ല, ജിറാഫ്. பாரு, உனக்கு ஏதா வேணுமா? பால் தரட்டா? ஓ, ஒண்ணுமே கேட்கல. அங்கே இரு, நான் போறேன். അപ്പൊ കേശന്റെ ഫോണില് പാസ്വേഡ് എം. മെർലിന്റെ എം. പാറുവേ,
തളർന്നിരിക്കുവാന്നോ? മോളെന്താ പാലെടുത്ത് കുടിക്കാഞ്ഞേ? പാലെടുത്ത് വെച്ചിട്ട്. ഞാൻ കുടിച്ചോളാം അമ്മമ്മ. ആ എന്നാ പിന്നെ പോയി കുടിക്ക്. അമ്മമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അമ്മയ്ക്ക് അടുക്കള പണിയൊന്നുമില്ലേ? എനിക്ക് അടുക്കള പണിയൊന്നും ഇല്ലെന്നോ? മോളെന്തോ എന്റെ അമ്മയാവുവാന്നോ? ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? നിന്നെ ഞാൻ ശരിയാക്കും. എന്തിനി? കാലുവേദന, കൈവേദന, തലവേദന, മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ അതാണോ? വേദന വരുമ്പോ ആരെങ്കിലും സ്കൂളിൽ പോവോ? നിന്റെ വേദനയൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.